ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ച പോലെ ഇന്ത്യ തുടർച്ചയായി ഏഷ്യാ കപ്പിൽ രണ്ടാമത്തെ ഫൈനലിന് വേണ്ടി പ്രവേശിച്ചിരിക്കുകയാണ്. ഞായറാഴ്ചയാണ് ഫൈനൽ വരിക. ഇന്ത്യയുടെ എതിരാളികൾ ആരെന്ന് ഇന്ന് അറിയാം. ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലാണ് മത്സരം. ഇന്ന് ജയിക്കുന്നവർക്ക് തീർച്ചയായും ഇന്ത്യക്കെതിരായ മത്സരത്തിൽ കലാശപ്പോരിൽ ഇന്ത്യയെ നേരിടാൻ ഞായറാഴ്ച അവരാണ് എത്തുക. അതുമായി ബന്ധപ്പെട്ടുള്ള മത്സര വിവരങ്ങളെല്ലാം തുടർന്നായി വരും. ഇന്നലെ നടന്ന മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസണെ ബാറ്റിംഗ് ഓർഡറിൽ തരം താഴ്ത്തിനെതിരെ ആരാധകരോക്ഷം ശക്തമാണ്. ഓപ്പണിംഗിൽ നേരത്തെയുള്ള മത്സരങ്ങളിലേതുപോലെ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അഭിഷേക് ശർമ്മ 75 റൺസ് എടുത്ത് വീണ്ടും ആരാധകരെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. അതിനുശേഷം മധ്യനിരയിൽ ഇന്ത്യൻ ടീം നടത്തിയ പരീക്ഷണങ്ങൾ അമ്പയെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയുണ്ടായി. പക്ഷേ അതിനിടക്കും ബാറ്റിംഗ് ഓർഡറിൽ ടോപ്പ് ഓർഡറിൽ മികച്ച പെർഫോമൻസ് നടത്തുന്ന സഞ്ജു സാംസണെ ഇറക്കാത്തതിൽ ആരാധകരോഷം ശക്തമാണ്. ഇന്ത്യ ആദ്യ 100 റൺസ് എടുക്കുന്നത് 61 പന്തെടുത്താണ് ഇന്ത്യ ആദ്യ 100 റൺസ് എടുക്കുന്നത്. അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും മികച്ച പെർഫോമൻസ് നടത്തി ഇന്ത്യ മികച്ച റൺ നിരയിലേക്ക് എത്തി. എന്നാൽ പിന്നീട് വന്ന ബാറ്റിംഗ് ഓർഡറിൽ വൺ ഡൗണായി ഇറങ്ങി ബാറ്റിംഗ് ഓർഡറിൽ ഉയർന്ന നിലയിലേക്ക് എത്തിയ ശിവം ദുബെ 2 റൺസ് എടുത്ത് പുറത്താകുന്നു. ശുഭ്മാൻ ഗില്ല് 29 റൺസ് എടുത്ത് പുറത്താവുന്നു. സൂര്യകുമാർ യാദവ് 5 റൺസ് എടുത്ത് നായകൻ പുറത്താവുകയുണ്ടായി. ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് മധ്യനിരയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയത്. 38 റൺസാണ് അദ്ദേഹം എടുത്തത്. അതിനുശേഷം സഞ്ജു വരുന്നത് പ്രതീക്ഷിച്ച് മലയാളികളടക്കമുള്ള ആരാധകർ കാത്തിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഡഗ്ഔട്ടിലേക്ക് ഇടയ്ക്കിടെ ക്യാമറകൾ തിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. സഞ്ജുവിന്റെ ഭാവങ്ങളെല്ലാം ആരാധകർ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചെറുപുഞ്ചിയോട് കൂടിയിട്ട് അതിനെല്ലാം നേരിടുന്നത് നമ്മൾ കണ്ടതാണ്. സഞ്ജുവിന് തൊട്ടു മുന്നേ വന്ന അക്സർ പട്ടേൽ നടത്തിയ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 15 പന്തിൽ വെറും 10 റൺസാണ് അദ്ദേഹം എടുത്തത്. അതിൽ ഒരു ബൗണ്ടറി പോലും ഉണ്ടായിരുന്നില്ല. നോക്കണം, കഴിഞ്ഞ വർഷം 3 സെഞ്ചുറി നേടി, ഒരു കലണ്ടർ വർഷത്തിൽ 2020-ൽ 3 സെഞ്ചുറി നേടി റെക്കോർഡിട്ട താരമാണ് നമ്മുടെ സഞ്ജു. അതുപോലെ തന്നെ ആ സെഞ്ചുറികളിൽ ഒരു സെഞ്ചുറി ബംഗ്ലാദേശിനെതിരെയായിരുന്നു. നമുക്കറിയാം 40 പന്തിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന മൂന്നാമത്തെ അതിവേഗ സെഞ്ചുറി ആയിരുന്നു അത്. അതുപോലെ തന്നെ ഇന്നലെ ഇന്ത്യക്കെതിരെ തിളങ്ങിയ റിഷാദ് ഹുസൈനെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അതായത് ഇന്ത്യയുടെ നിർണായകമായ 2 വിക്കറ്റ് എടുത്ത റിഷാദ് ഹുസൈനെ കഴിഞ്ഞ തവണ സെഞ്ചുറി നേടിയ മത്സരത്തിൽ സഞ്ജു തുടർച്ചയായി 5 സിക്സ് അടിച്ച താരമായിരുന്നു റിഷാദ് ഹുസൈൻ. അങ്ങനെ ബംഗ്ലാദേശിനെതിരെ മികച്ചൊരു ബാറ്റിംഗ് റെക്കോർഡുള്ള സഞ്ജുവിനെ ഇത്രത്തോളം ഇകഴ്ത്തേണ്ടതുണ്ടായിരുന്നോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മത്സരം കണ്ടിറങ്ങിയ ആരാധകരുടെ പ്രതികരണത്തിലേക്ക് പോകാം. നമ്മൾ വന്നത് സഞ്ജു സാംസന്റെ ബാറ്റിംഗ് കാണാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് സഞ്ജു സാംസന് ബാറ്റിംഗ് ചെയ്യാൻ പറ്റിയില്ല. ലോ ഡൗണിലായി പോയി. ഒരു നല്ലൊരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററെ വെച്ചിട്ട് ഒരു അക്സർ പട്ടേൽ പോലത്തെ ഓൾറൗണ്ടർ ഒരു ബോളർ സ്പെഷ്യലിസ്റ്റിനെ 14ാമത്തെ ഓവറിലൊന്നും ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് ഒരു ക്രിക്കറ്റ് ഫാൻ എന്ന നിലയിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ശിവം ദുബെ ഇറക്കി ദേ ലോസ് ദ വിക്കറ്റ്. പിന്നെ ലാസ്റ്റിൽ അക്ഷർ പട്ടേൽ ഇറക്കുന്ന പകരം സഞ്ജുവിനെ ഇറക്കായിരുന്നു. അതിൽ ഒരു ഇതുണ്ട്. ബിക്കോസ് ഒരു 10-30 റണ്ണോടെ ചാൻസ് ഉണ്ട്. ബിക്കോസ് അക്സറിന്റെ ബാറ്റിംഗ് നോക്കിയപ്പം ഹി വാസ് നോട്ട് കോൺഫിഡൻസ് ഇനഫ്. സഞ്ജുവിന്റെ പൊസിഷൻ തന്നെ 6ാമത് 7ാമത് വന്ന് ശരിയാകത്തില്ല. ഇച്ചിരൂടെ കയറണം. ഒരു 4th എത്തിക്കഴിഞ്ഞാൽ ഇച്ചിരൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. വിഷമമുണ്ട്. അവന് നല്ലൊരു കാലിബറുള്ള ഒരു പ്ലെയറാണ്. അവന് കുറച്ചും കൂടി പൊസിഷൻ മാറ്റി കളിച്ചു കഴിഞ്ഞാൽ, അവന് 3 ഡൗണിൽ ഇറക്കി കഴിഞ്ഞാൽ അവൻ്റെ ഇത് അവൻ തെളിയിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ വിഷമമുണ്ട്. മികച്ച ഫോമിൽ നിൽക്കുമ്പോഴടക്കം സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ഏഷ്യാ കപ്പിൽ തന്നെ സഞ്ജുവിനോട് ഒരു അവതാരകൻ ചോദ്യം ചോദിക്കുകയുണ്ടായി. സഞ്ജു, നിങ്ങൾ നേടിയ 3 സെഞ്ചുറിയും ഓപ്പണിങ്ങിൽ ഇറങ്ങി നേടിയതാണ്. അതുകൊണ്ട് ഇപ്പോൾ 5ാമതോ 6ാമതോ ആയി നിങ്ങളെ ബാറ്റിംഗ് ഓർഡറിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അവതാരകന്റെ ചോദ്യം. സഞ്ജുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് മലയാളം നടൻ മോഹൻലാലിനെ അറിയോ? അദ്ദേഹം ഇപ്പോൾ പരമോന്നത പുരസ്കാരം നേടി. അദ്ദേഹം 30 വർഷമായി സിനിമാ മേഖലയിലുണ്ട്. ഞാൻ 10 വർഷമായി ക്രിക്കറ്റിൽ സജീവവുമാണ്. ഈ 30 വർഷത്തിൽ അദ്ദേഹം നായക റോൾ ചെയ്തു മാത്രമല്ല ഈ നിലയിലെത്തിയത്. അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ എനിക്ക് ഹീറോ റോൾ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നില്ല. വില്ലൻ റോളും ജോക്കർ റോളും കളിക്കാൻ ഞാൻ അർഹനാണ് എന്നായിരുന്നു സഞ്ജുവിൻ്റെ പ്രതികരണം.